object of many studies, yet these children represent only a most striking and visible aspect of denial of child's right to healthy child. ഇപ്പോഴും ഗരികളിലും എന്താ പറയുക, ഇവിടെ സ്ഥലങ്ങളൊക്കെ എക്സാമ്പിൾ ബാംഗ്ലൂരിലാണെങ്കിലും ഇപ്പോൾ ബോംബെയിലാണെങ്കിലൊക്കെ ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്താൽ നമുക്ക് ഒരുപക്ഷെ കാണാൻ പറ്റും ഈ പെറുക്കി ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കുട്ടികൾ എന്തായാലും ഉണ്ടാവും. 1-2 കുട്ടികളെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. The invisibility of rural child workers reflected in urban Indian administration, research and media, and pervasiveness of the seductive idea of rural of somewhat idea in this basis is not particular in middle classes. മിഡിൽ ക്ലാസ്സസിൽ ഉള്ള കുട്ടികൾ ഏകദേശമൊക്കെ ഈ ഒരു റൂറൽ ഏരിയയിലേക്ക് പ്രത്യേകിച്ച് എന്തില്ല, ഒരു ഈ ഇന്ത്യക്കകത്തുള്ള കേരളം അല്ലാത്ത പല സംസ്ഥാനങ്ങളിലും എഡ്യൂക്കേഷൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്കൂളിൽ പോകണം എന്നുള്ള ചിന്തയൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കണം എന്നുള്ള, അതുകൊണ്ട് തന്നെ ഇവർക്ക് എഡ്യൂക്കേഷൻ്റെ ഒരു കുറവ് നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദ ചൈൽഡ് ലേബർ എസ്പെഷ്യലി ഗേൾസ്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് കോക്കനട്ട് പ്രൊഡക്ട്സ് ആണ്. കോക്കനട്ട് നമുക്കറിയാം, ഇന്ത്യ അല്ല കേരളം, നമ്മുടെ സംസ്ഥാനം, രാജ്യമല്ല നമ്മുടെ സംസ്ഥാനം എന്താണ്? തേങ്ങ, അതായത് കോക്കനട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ കേരവൃക്ഷം തിങ്ങി നിറയും കേര നാട് എന്നൊക്കെ പറഞ്ഞ് കവികൾ ഇഷ്ടംപോലെ മനോഹരമായ കവിതകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. കേരങ്ങൾ തിങ്ങി നിറഞ്ഞ നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ കേരളത്തിൽ കേരവൃക്ഷം എന്താണ്? തെങ്ങാണ്. തെങ്ങിൽ നമ്മൾ എന്തെടുക്കുന്നു? ഓയിൽ എടുക്കുന്നു. ഓയിൽ മീൻസ് വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ ആട്ടിയെടുക്കുന്നു. തേങ്ങ എടുത്ത് കൊപ്ര ആട്ടിയെടുക്കുന്നു. നമ്മളത് ശുദ്ധമായിട്ട് പാചകം ചെയ്യുന്നു. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നു. എന്തില്ല, അതിലേക്ക് നമ്മൾ എന്തുപയോഗിക്കുന്നില്ല, പുറത്തുള്ള എന്തെങ്കിലും പിന്നെ വേറെ എന്താ പറയുക കെമിക്കലൊന്നും ഉപയോഗിക്കാതെ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുക. നമ്മളെ വീട്ടിലെ തെങ്ങിൽ നിന്ന് തേങ്ങ വലിപ്പിച്ച് തേങ്ങ ആട്ടി കൊപ്ര അവിടെ കൊണ്ടുപോയി ആട്ടി വെളിച്ചെണ്ണയാക്കി കുപ്പിയിലാക്കി, അത് നമ്മളെ വീട്ടിലെ അമ്മമാരിപ്പോഴും നമ്മൾ ചെയ്യുന്നത് കാണാറുണ്ട്. എങ്കിലും അതിലെന്തുണ്ട്, അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക, പൊതുവേ നമുക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് കോക്കനട്ട് ഓയിലും പാം ഓയിലും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പാം ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ട്രീസ് ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ ഈ ഒരു പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൊപ്ര ഈസ് എ പ്രൈമർലി യൂസ്ഡ് ടു എക്സ്ട്രാക്ടിങ് ഓയിൽ. ദ കൺട്രി പ്രൊഡ്യൂസസ് അബൌട്ട് 4.5 lakh tons of coconut oil in equivalent to about 6.9 lakh tons in million copra. അപ്പോൾ കൊപ്ര എത്ര മില്യൺ ലാക്സും എത്ര ഉൽപ്പാദിപ്പിക്കുന്നുള്ള അളവുകളൊക്കെയാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് തമിഴ്നാട് ആൻഡ് കേരള അക്കൗണ്ട് ഫോർ 90% ഓഫ് ഓയിൽ പ്രൊഡക്ഷൻ. നമ്മുടെ തമിഴ്നാട് ആൻഡ് കേരള 2 സംസ്ഥാനങ്ങളും കൂടി ഏകദേശം 90% എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു, ഓയിൽ പ്രൊഡക്ഷനിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ദ യൂസേജ് ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് എ കുക്കിംഗ് മീഡിയം ഈസ് കൺഫൈൻഡ് ടു കേരള. കേരളത്തിലാണ് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ. കോക്കനട്ട് ഓയിൽ എന്താണ്? വെളിച്ചെണ്ണ നമ്മൾ കുക്കിംഗ് യൂസേജിന് ഉപയോഗിക്കുന്നു. പാം ഓയിൽ ആൻഡ് പാം kernel oil are 2 primary substitute of coconut oil. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണക്ക് വില കൂടുമ്പോൾ ചെറുതായിട്ട് അതിലേക്ക് എന്ത് ഉപയോഗിക്കും? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പകരമായിട്ട് പാം ഓയിലും നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമ്മൾ കേരളക്കാർ പൊതുവെ എന്താണ്, ഭക്ഷണം അത്യാവശ്യം നല്ല വൃത്തിയിലും വെടുപ്പിലും ഉണ്ടാക്കി കഴിക്കുന്നവരാണെന്നാണ് പറയുന്നത് അല്ലേ. എപ്പോഴും നമുക്ക് കേരളീയർ 3 നേരം എന്ത് ചെയ്യുന്നവർ ഫുഡ് കഴിക്കുന്നവരാണ്. നമ്മൾ എന്തായാലും പുറത്തുനിന്ന് ഇപ്പോൾ ട്രെൻഡ് അനുസരിച്ച് പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിലും കൂടി പൊതുവെ ഒരു 90% ആൾക്കാരും എന്താണ്, പിന്നെ എന്താ പുറത്തൊക്കെ പോകുന്ന ഈ ന്യൂ ജനറേഷൻ കുട്ടികളാണ് കൂടുതലും ഈ ഓരോന്ന് ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നതെങ്കിലും പൊതുവെ നോർമലി നമ്മുടെ കേരളത്തിലെ വീട്ടമ്മമാർ സ്വയം നേരത്തെ മിസ് പറഞ്ഞ പോലെ കോക്കനട്ട് വലിച്ചിട്ട് ഉണക്കി കൊപ്രക്കാട്ടി വെളിച്ചെണ്ണയാണ് അവരെന്ത് ചെയ്യുന്നത് അവിടെ കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാം ഓയിൽ ആൻഡ് പാം kernel oil are 2 primary substitute of coconut oil. അതായത് വീട്ടമ്മമാർ അടുക്കളയിൽ കിച്ചണിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് പകരം പാം ഓയിലും ഉപയോഗിക്കും. നമ്മളിവിടെ ബിരിയാണി ഒക്കെ നമ്മൾ കഴിക്കുന്നവരാണ്, അതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പാം ഓയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് പൊതുവെ പറയുന്നത്. ദ ഫോർമർ കോമ്പീറ്റ്സ് വിത്ത് കോക്കനട്ട് ഓയിൽ ഇൻ ദ എഡിബിൾ ഓയിൽ സെഗ്മെന്റ് ഓഫ് ലേറ്റർ ഇൻ ദ non edible oil segment of consumption base. Palm oil prices are globally cheaper than other major edible oils. മറ്റുള്ള ഓയിൽസിനേക്കാൾ നോക്കുമ്പോൾ പാം ഓയിലിനാണ് കുറച്ചും കൂടി വില കുറവുള്ളത്. Okay, palm oil dominance of Indian importance is a major reason for argumenting of marketing of various coconut products. Besides coconut oil is perhaps because demand for coconut oil has
turned sluggish. It being necessary to argument in diversity the production of coconut based commodities such a പാക്കേജ്ഡ് കോക്കനട്ട് വാട്ടർ. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ പാം ഓയിൽ ആണെങ്കിൽ എന്ത് ഓയിലാണ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കോക്കനട്ട് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ കോക്കനട്ടിന് എന്ത് ചെയ്യണം, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആൻഡ് പാക്കേജ്ഡ് കോക്കനട്ട് വാട്ടർ അല്ലേ. കോക്കനട്ട് വാട്ടർ എന്താ, തേങ്ങ വെള്ളത്തിനൊക്കെ നല്ല വാല്യുബിൾ സംഭവമാണ് തേങ്ങ. ഇപ്പം നൗഡേയ്സ്, അതായത് ഈ വീക്കിലും കഴിഞ്ഞ വീക്കിലും നമ്മൾ ഈ ഒരു നൗഡേയ്സിൽ പൊതുവെ എന്താണ് കോക്കനട്ട് ഓയിലിന് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടി വരുന്നൊരു സമയമാണല്ലോ. ഇപ്പോൾ തേങ്ങ ചിരട്ടൊക്കെ എന്താ വില, തേങ്ങയ്ക്ക് നല്ല വിലയാണ് ഇപ്പോൾ കേട്ടോ. നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ബിസിനസ് സ്റ്റുഡൻസിന് അറിയായിരിക്കും. നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും പൊതുവേ അത്യാവശ്യം ഒരു ജനറൽ നോളജ് നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടിയൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ വല്ലാതെടുത്ത് ഉപയോഗിക്കുക. വീട്ടമ്മമാരൊന്നും അടിക്കും, കാരണം അത്യാവശ്യത്തിന് മാത്രം നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് എത്തിയത്. കാരണം തേങ്ങയ്ക്ക് അത്രയും വില കൂടി. അപ്പം അതിന് പകരം പാം ഓയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അത് നികത്തുന്നത് എന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. എ മേജർ റീസൺ ഫോർ ആർഗ്യുമെന്റിംഗ് മാർക്കറ്റിംഗ് ദ വേരിയസ് കോക്കനട്ട് പ്രോഡക്ട്സ് beside coconut oil is perhaps because the demand of coconut oil has turned to sluggish. Seem necessary to argument that diversity of production of coconut based commodities such as packaged coconut water. അപ്പോൾ കോക്കനട്ട് വാട്ടർ വരെ പാക്ക് ചെയ്തിട്ട് പിന്നെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ചെയ്യേണ്ട ഇതിലെത്തിയിട്ടുണ്ട്. കോക്കനട്ട് വാട്ടർ 200 മില്ലി ഇറ്റ്സ് കോസ്റ്റ് ഓഫ് Rs 13 എത്ര തേങ്ങ വെള്ളം 200 മില്ലിക്ക് 200 മില്ലിക്ക് കോക്കനട്ട് വാട്ടർ ആണ്, ഓയിലല്ല. അതായത് തേങ്ങ വെള്ളത്തിന് എത്ര രൂപയാണ്? 13 rupees. 13 അല്ല 13 വിച്ച് ഈസ് മച്ച് മോർ ദാൻ ബോട്ടിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലേ. അതായത് അത് കോക്കനട്ട് തേങ്ങ വെള്ളമായിട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാലോ, ഇതിപ്പോൾ ഇത്രയും ഇപ്പം നമ്മളിപ്പോൾ ഇത് വായിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്നുണ്ടാവും. കാരണം നമ്മളധികം ഇളന്നി വെള്ളം എന്നാണ് പറയുന്നത്. ഇവിടെ കോക്കനട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ഇളന്നി വെള്ളം നമ്മൾ പറയും അല്ലേ. മലയാളികൾ നമ്മൾ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എന്തിനെ പുറത്തേക്ക് പോകുമ്പോൾ അധികം നാളികേരല്ല ഇതില്ലേ ഇളന്നി വെട്ടി വിൽക്കുന്ന ആളുകളെ തന്നെ അല്ലേ, വ്യാപാരികളെ തന്നെ നമുക്ക് റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കോക്കനട്ടിൻ്റെ വാട്ടർ കുടിക്കുകയും ചെയ്യും. അപ്പം അതിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസാണ് ഈ ഒരു കാലഘട്ടത്തിൽ അവരിടുന്നത് അല്ലേ. അപ്പം ഇവിടെ പറഞ്ഞത് എത്ര, 200 മില്ലിക്ക് എത്ര പറഞ്ഞ 13 പിന്നെ 200 മില്ലിക്ക് 13 വിച്ച് ഇസ് മോർ ദാൻ ബോട്ടിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലേ. അത് ബോട്ടിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ട് 13 രൂപ കൊടുത്ത് വാങ്ങി കുടിക്കുന്നവരുമുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ മോർ ദാൻ കോസ്റ്റ്ലി ദാൻ ദ അതർ നാച്ചുറൽ ഡ്രിങ്ക് നെയ്മിലി മിൽക്ക് ആൻഡ് സോയിൽ അബൌട്ട് പെർ ലിറ്റർ. അതായത് മറ്റുള്ളതിനേക്കാളും കുറച്ചും കൂടി വില കൂടുതൽ എന്തിനാണെന്നാണ് പറയുന്നത്, നമ്മുടെ കോക്കനട്ട് വാട്ടറിനാണ്. കാരണം കോക്കനട്ട് വാട്ടർ എന്താണെന്ന് അവിടെ പറയുന്നത്, ഇറ്റ് ഈസ് ഓൾസോ മോർ ദാൻ ദ വാട്ടർ നാച്ചുറൽ ഡ്രിങ്ക് ആണ്. നമ്മളെ കോക്കനട്ട് വാട്ടർ എന്ത് ഡ്രിങ്ക് ആണെന്നാണ് പറയുന്നത്, ഇറ്റ്സ് എ നാച്ചുറൽ ഡ്രിങ്ക് ആണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, നാച്ചുറൽ ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ചും കൂടി വില കൂടുമെന്ന് വ്യാപാരികളും പറയുന്നു. അപ്പോൾ ഇവർ ഓരോ ഗ്ലാസ്സിനും 200 മില്ലിക്ക് 13 രൂപയാണെങ്കിൽ ഒരു 400 മില്ലിക്ക് അല്ലെ 26 രൂപ. പിന്നെ അങ്ങനെ പോയിട്ട് ഇനിയിപ്പോൾ അഥവാ ഈ കോക്കനട്ട് ഇതൊക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യലുണ്ട്. അതായത് രോഗികൾക്ക് എന്തെങ്കിലും വയ്യാതെ, ഇനിയിപ്പോൾ രോഗികൾ മാത്രമല്ല നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ പാരൻസ് ഒക്കെ പിന്നെ എന്ത് ചെയ്യും, കോക്കനട്ട് ഓയിലല്ല കോക്കനട്ട് വാട്ടറൊക്കെ നമുക്ക് ക്ഷീണമൊക്കെ വരുമ്പോൾ നമ്മളതാണ്, അതായത് തലകറങ്ങി വീഴാനോ അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് ഓക്കെ അല്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ക്ഷീണം വരുമ്പോൾ അല്ലേ, ഒരു ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, പിന്നെ പാരൻസും ഇനിയിപ്പോൾ നമ്മളെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോക്കനട്ട് വാട്ടർ വീട്ടിലുണ്ടെങ്കിൽ ഇളനീർ വെള്ളം കൊടുത്താൽ പെട്ടെന്ന് ഹെൽത്ത് ഓക്കെ ആവും എന്നാണ് പൊതുവേ ഒരു ധാരണ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് എന്താ പറയുന്നത്, നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് കോക്കനട്ട് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക. ഇനിയിപ്പോൾ അത് വില കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വില കൂടുമ്പോൾ ഇൻസ്റ്റെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, പാം ഓയിലും ഉപയോഗിക്കുന്നു. പാം ഓയിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്താ, കേരളത്തിൽ എ മേജർ റീസൺ ഓഫ് ആർഗ്യുമെന്റിംഗ് മാർക്കറ്റിംഗ് വേരിയസ് കോക്കനട്ട് പ്രോഡക്ട്സ് ബിസൈഡ്സ് കോക്കനട്ട് ഓയിൽ പെർഹാപ്സ് ബിക്കോസ് ഡിമാൻഡ് ഓഫ് കോക്കനട്ട്. ഇപ്പോഴത്തെ ഒരു നൗ ഡേയ്സിലെ ഡിമാൻഡ് ഓഫ് കോക്കനട്ട് ആണ് അല്ലേ, നമുക്ക് ഭയങ്കര ഡിമാൻഡും ആണ്. നമുക്കതിന് കോക്കനട്ട് ഓയിൽ വാങ്ങാനും കോക്കനട്ടിനൊക്കെ
തേങ്ങയ്ക്കൊക്കെ വില കൂടിയൊരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ചില വീട്ടമ്മമാർ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പാം ഓയിലും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു കേരളത്തിൽ പൊതുവേ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ പറ്റിയിട്ടൊരു ഇമ്പോർട്ടൻസും, നമ്മൾ കേരളീയരാണ്, കേരം തിങ്ങുന്ന വൃക്ഷം എന്നൊക്കെ എത്രയോ കവികൾ പാടിയതും നിങ്ങൾക്കറിയാം. നമ്മളെ ഇമ്പോർട്ടൻറ്റ് വൃക്ഷം കേരവൃക്ഷം, അതായത് തെങ്ങാണ്. അപ്പോൾ തേങ്ങ എന്നുള്ള അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് നമ്മളത് കേരളീയ അടുക്കളകളിലും വീട്ടമ്മമാർ അധികം അവരെന്നെ കൊപ്പരം താട്ടുന്നു, പിന്നെ കൊണ്ടുപോയി വെളിച്ചെണ്ണ ആക്കി അവരെന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ സംശുദ്ധമായ ഒരു വെളിച്ചെണ്ണയാണ്, കെമിക്കലൊന്നും ഇല്ലാതെ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോക്കനട്ടിൻ്റെ ഇമ്പോർട്ടൻറ്റും കൊപ്ര ആട്ടി വെളിച്ചെണ്ണ ആക്കുന്ന ആ സംഭവങ്ങൾ, അതിൻ്റെ ഒരു അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ഭാഗവും അല്ലേ, അത്ര നമ്മൾ ഡിസ്കസ് ചെയ്ത്. കൂടാതെ റീസ്റ്റോറിങ് ചൈൽഡ്ഹുഡ്, നമ്മൾ കുട്ടിക്കാലത്തെ മധുരമായ ഓർമ്മകളിലേക്ക് നമ്മൾ പോയി. കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് എസ്പെഷ്യലി ടു ഗേൾസ്, പെൺകുട്ടികളാണ് കുട്ടിക്കാലത്ത് അധികം എന്താകുന്നത്, അവർ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കേരളത്തിന് പുറത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കേരളം പിന്നെ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ബാലവേല എന്താണ് അധികം അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മളെ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോകും. അത് നമുക്ക് അഭിമാനത്തോടെ പറയുകയും ചെയ്യാം അല്ലേ. നമ്മുടെ ഒരുവിധം വീടുകളിലെ കുട്ടികളെല്ലാം നമ്മൾ കേരളത്തിൽ സ്കൂളിൽ പോകുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാമെന്നും ഇതിൽ കറക്റ്റ് ഇതിൽ റൈറ്റർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.